സുകുമാരൻ നായർ NSSന്റെ കസേര ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ കുടുംബ കച്ചവടം നടത്തുന്നു എന്ന വെളിപ്പെടുത്തൽ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള KB ഗണേഷ് കുമാർ നടത്തിയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് NSSുമായി തെറ്റിപ്പിരിയുകയും NSSൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത ഗണേഷ് കുമാർ സുകുമാരൻ നായർക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി രംഗത്ത് വന്നതിന് ശേഷം ആ സംഘടനയ്ക്കകത്ത് ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരുന്നു കൊണ്ട് നായർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നു എന്നതിനെ സംബന്ധിച്ച് ചില വിളിച്ചു പറയലുകൾ നടത്തിയിട്ടുണ്ട്. അതിനെ വിളിച്ചു പറയലുകൾ എന്ന് പറയാൻ കാരണം ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് പ്രവർത്തിച്ചവരാകണം. ആ നിലയ്ക്ക് NSSന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന KB ഗണേഷ് കുമാർ ഇന്നലകളിൽ അതിന്റെ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ സുകുമാരൻ നായരുടെ ശൈലിയൊക്കെ അടുത്തറിയുകയും ചെയ്ത വ്യക്തിയാണ്. ആ നിലയ്ക്ക് ഇന്നിപ്പോ കൊച്ചുമകൻ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്ന നിയമനങ്ങളെ കുറിച്ച് വരുമ്പോൾ സർക്കാരിൽ നിന്ന് നായർ കസേര ഉപയോഗപ്പെടുത്തി കുടുംബത്തിന് വലിയ നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വരും തലമുറകളെ വരെ NSS ജനറൽ സെക്രട്ടറി കസേര ഉപയോഗപ്പെടുത്തി അദ്ദേഹം സേഫ് ആക്കിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയും അതിനോടൊപ്പം തന്നെ NSS എന്ന സംഘടനയുടെ നിരവധി സ്വത്തുക്കളും കോളേജുകൾ ഉൾപ്പെടെയുള്ളവ അത് മറിച്ചടിച്ചു എന്നുള്ള ആരോപണം ശക്തമായി ഉന്നയിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ 43 പേർക്ക് ജോലി കൊടുത്തു എന്ന് ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് കൃത്യമായ എവിഡൻസോടുകൂടിയാണ് പറയുന്നത്. 43 അല്ല 44 അദ്ദേഹം ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് ബന്ധുക്കൾ കൊടുക്കുന്നല്ലേ പറയുന്നത്. ഞാൻ മക്കൾക്കൊന്നും കൊടുത്തില്ല. കൊച്ചുമോന് 2 മാസം മുമ്പ് ലാബ് അസിസ്റ്റൻ്റായിട്ട് +2 ജോലി കൊടുത്തിട്ടുണ്ട്. കൊച്ചുമോന് മകളുടെ മകന്. പിന്നെ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് എന്തിന് പൈസ എടുത്ത് മാറ്റി, എന്തിന് തിരിച്ചിട്ടു, നമ്മൾ ചിന്തിക്കണം. അതുപോലെ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ശ്രീ അയ്യപ്പ കോളേജ്, അത് മന്നത്ത് ആചാര്യൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നു തമിഴ്നാട്ടിൽ ശ്രീ അയ്യപ്പ എന്നൊരു കോളേജ് വാങ്ങി എന്ന അഭിമാനത്തോടെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. ആ കോളേജ് എവിടെ? ആ കോളേജിൻ്റെ ഇപ്പോഴത്തെ മാനേജർ ആരാണ്? ആ കോളേജിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥരാരാണ്? ആ കോളേജിൻ്റെ സ്ഥിതി എന്താണ്? അതിൻ്റെ ഉത്തരം ചോദിക്കുമ്പം കൊഞ്ഞനം കുത്തിയാൽ മതിയോ? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ഞാൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കാം. ഏതൊരു പൗരനും ഇന്ത്യയിലെ കോടതി കേസ് കൊടുക്കാം. പക്ഷേ സിവിൽ കേസ് കൊടുത്താൽ വർഷങ്ങളോളം പോകും. ഇപ്പം കൊടുത്ത കേസ് ധൈര്യമുണ്ടെങ്കിൽ കോടതിയെ നേരിടണം. അല്ലാതെ 89 തവണ അവധിക്ക് ഒപ്പിച്ചേച്ച് മിടുക്കൻ ചമയൊന്നും നല്ലതല്ല. നേരിടണം. പിന്നെ നിങ്ങൾ വേറൊരു കാര്യത്തിനോട് ഉത്തരം പറയാം. എൻ്റെ അച്ഛൻ പറഞ്ഞത് NSSനോടൊപ്പം നിൽക്കണം, NSSനെ തകർക്കാൻ ശ്രമിക്കരുത്. തകരാൻ സമ്മതിക്കില്ല. സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനോട് നിൽക്കണം. ഞാൻ നിന്നു, ഇല്ലെന്ന് പറയാം. ഞാൻ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ നിന്നു. എൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിച്ച് ഞാൻ 4 കൊല്ലമായിട്ട് നിൽക്കുകയാണ്. ഒരു രാത്രിയിൽ ഇരുട്ടത്ത് ജനാധിപത്യ മര്യാദകളെ മറികടന്നുകൊണ്ട് പത്തനാപുരം NSS യൂണിയൻ പിരിച്ചുവിടുകയാണ്. എന്ത് മാനദണ്ഡത്തിൽ? ഭൂരിപക്ഷം ഇല്ലെന്നോ? ഭൂരിപക്ഷം തെളിയിക്കുന്ന പേപ്പർ എന്തെങ്കിലും ഞാൻ കാണിച്ചല്ലോ മാധ്യമങ്ങളെ തിരുവനന്തപുരത്ത് വെച്ച് പ്രസ് ക്ലബ്ബിൽ. അത് മാത്രമല്ല, അന്ന് ഒരാളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് രാജിവെപ്പിച്ചു. 3 പേര് ആ തെറ്റിദ്ധരിപ്പിച്ച് രാജിവെച്ചാൽ അവിടുത്തെ ഒരു യൂണിയൻ സെക്രട്ടറി ഒരു ഫ്രോഡുണ്ട്, അവനെ തെറ്റിദ്ധരിപ്പിച്ച് രാജിവെപ്പിച്ചു. ആ രാജിവെപ്പിച്ചപ്പോൾ അവരത് തിരിച്ചു തന്നു. ഞങ്ങൾ രാജി പിൻവലിക്കുകയാണ്, ഗണേഷ് കുമാറിന് പിന്തുണയാണ് എന്ന് പറഞ്ഞിട്ട് രാജി പിൻവലിക്കുകയാണ്. ആ പിൻവലിച്ച രാജി അങ്ങോട്ട് കൊണ്ടുവരട്ടെ അവരെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ട, സെക്രട്ടറിയുടെ കൊടുത്തയച്ചാൽ മതി. എന്നിട്ട് ഇപ്പോൾ പറയുന്നു അത് കിട്ടിയില്ല എന്ന് കള്ളം പറയുക. സത്യം പറയണം. ഒരു അന്തസ്സുള്ള പദവി ഇരിക്കുന്ന ആൾ സത്യം പറയണം, കള്ളങ്ങൾ പറയരുത്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ പേപ്പറും. ആ രാജി പിൻവലിച്ച കടലാസും എൻ്റെ കയ്യിലുണ്ട്. രാജി പിൻവലിച്ച കടലാസ് എൻ്റെ അടുത്തുണ്ട്. അപ്പം ചതിയാണ്. രാത്രി സന്ധ്യ കഴിയും 5 മണി കഴിയുമ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് യൂണിയനുകൾ പിരിച്ചുവിടുക. എന്നാൽ താലൂക്ക് പിന്നെ എത്ര മണിക്കാണ് ഹൈറേഞ്ച് താലൂക്കിനെയും പിരിച്ചു വിട്ടെന്നറിയാം? രാത്രി 12 മണിക്കാണ്. അതേത് നീ 5 മണി കഴിഞ്ഞാൽ ഏത് ഓഫീസ്? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കേസ് കൊടുക്കുന്നൊന്നും പറയണ്ട. കേസൊന്നും കൊടുക്കുന്നില്ല. നാട്ടുകാരെ അറിഞ്ഞാൽ മതി. ജനകീയ കോടതിയിൽ അറിഞ്ഞാൽ മതി. കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കാത്തതിന്റെ കാരണം ഇതാണ്. ഈ സന്ദർഭത്തിൽ ഗണേഷ് കുമാറിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം സുകുമാരൻ നായർ പരസ്യമായി അപമാനിക്കുകയും അദ്ദേഹത്തിനെതിരെ നിലപാടെടുക്കുകയും ചെയ്ത സമയത്തും ഒപ്പം തന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതോടുകൂടിയാണ് അത് ഗണേഷ് കുമാറിനെ ചൊടിപ്പിച്ചത്. അത്തരമൊരു നെറുകേട് തന്നോട് കാണിച്ചതിന് പിന്നാലെ സുകുമാരൻ നായരെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കുക എന്ന യജ്ഞത്തിലേക്ക് ഗണേഷ് കുമാർ പ്രവേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇത്തരം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. കൊച്ചുമോന് വരെ സർക്കാർ ജോലി വാങ്ങിക്കൊടുത്ത അപ്പൂപ്പന്റെ മനസ്കതയിൽ അതിൽ NSS സംഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി ചെയ്തു വരികയാണെന്ന് ബോധ്യപ്പെടുകയാണ്.